Hello friends, welcome back to my channel Arais World. ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ ഡ്രൈ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. എൻ്റെ ഉമ്മൂമ്മ ഇങ്ങനെയാണ് ചിക്കൻ ഡ്രൈ ഫ്രൈ ചെയ്യാറുള്ളത്. സോ ആ റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിനെ, കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. വീഡിയോയിലോട്ട് പോവാം. ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 20 വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയാണ് എടുക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ചതച്ചു കൊടുക്കാം. പേസ്റ്റാക്കി എടുക്കുന്നില്ല, ഇതുപോലെ ചതച്ചിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺപാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു കരണ്ടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു പിടി ചെറിയുള്ളി എടുത്ത് ഇതുപോലെ അരിഞ്ഞതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയുള്ളി ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകുന്നത് വരെ നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്കൊരു 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഈ മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു ചിക്കനിലുള്ള വെള്ളം കൊണ്ടാണ് ഈ റെസിപ്പി ഇവിടെ തയ്യാറാവുന്നത്. സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേണം നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മസാലകളെല്ലാം ഈ ചിക്കനിലോട്ട് പിടിക്കുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഇങ്ങനെ റിലീസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം മാത്രം മതിയാവും ഈ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് അത് വെന്തോ ഇല്ലേ, ആ വെള്ളം വറ്റിയോ ഇല്ലേ എന്നൊക്കെ നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ആ വെള്ളം വറ്റുന്ന വരെയുള്ള ടൈമാണ് ഈ ചിക്കൻ വേവേണ്ടത്. അപ്പോൾ ചിക്കൻ ഇവിടെ നല്ലപോലെ വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുന്നേ ഞാനിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഗരം മസാല ഒന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇത് ക്യുക്കായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി കൂടിയാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ bye, take care, have a nice day.